പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്ക് തന്നെ ആമേൻ. ഇന്ന് ഡിസംബർ 27 ശനി. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ജീവിതത്തിൽ പലപ്പോഴും നാം ക്ഷീണിക്കുന്ന അനുഭവങ്ങൾ നേരിടാറുണ്ട്. ശരീരം തളർന്നേക്കാം, മനസ്സ് ഭാരപ്പെട്ടേക്കാം, പ്രതീക്ഷകൾ മങ്ങിപ്പോയേക്കാം. പുറമേ നോക്കുമ്പോൾ നാം തകരുന്നവരായി തോന്നിയേക്കാം. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നു, പുറമേ നാം ക്ഷയിച്ചാലും ദൈവത്തിൽ ജീവിക്കുന്നവരുടെ അകം ദിനം പ്രതി പുതുക്കപ്പെടുന്നു എന്ന്. വചനത്തിൽ നാം കാണുന്നു, പുറമേയുള്ള മനുഷ്യന്റെ ക്ഷയം ഒരു യാഥാർത്ഥ്യമാണ്. പൗലോസ് ഇത് പറയുന്നത് അനുഭവശൂന്യനായി അല്ല, അവൻ പീഡനങ്ങളും ഉപദ്രവങ്ങളും രോഗങ്ങളും കഷ്ടതകളും സഹിച്ച ഒരു മനുഷ്യനായിരുന്നു. ശരീരം ക്ഷയിച്ചേക്കാം, ആരോഗ്യവും ശക്തിയും കുറഞ്ഞു വന്നേക്കാം, ജീവിതത്തിൽ പരാജയങ്ങളും വേദനകളും വർദ്ധിച്ചേക്കാം. ഇത് പഠിപ്പിക്കുന്നത് ക്രിസ്തീയ ജീവിതം പ്രശ്നങ്ങളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത ജീവിതമല്ല എന്നാണ്. വിശ്വാസികൾക്കും കണ്ണുനീർ ഉണ്ടായേക്കാം, പക്ഷേ വിശ്വാസികൾക്ക് പ്രത്യാശയുണ്ടാകണം എന്ന് പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നു. അകത്തെ മനുഷ്യനെ കുറിച്ച് വചനം പറയുന്നത് ദൈവം പുതുക്കുന്ന ജീവിതം എന്നാണ്. പുറമെയുള്ള മനുഷ്യനെ നാം സംരക്ഷിക്കുവാൻ ശ്രമിക്കും, എന്നാൽ അകത്തെ മനുഷ്യനെ പുതുക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. ഈ പുതുക്കൽ എങ്ങനെയാണ് യാഥാർത്ഥ്യമാകുന്നത്? ദൈവവചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെയാണ്. കഷ്ടതകളിലും ദൈവം നമ്മെ വളർത്തിയേക്കാം. പുറമെ ക്ഷയിക്കുന്ന ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ അകത്ത് കൂടുതൽ ശക്തി പ്രാപിക്കുവാൻ സാധിക്കുകയാണ്. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദിവസേന നാം പുതുക്കലിന് ഇടയായി തീരണം എന്നാണ്. പൗലോസ് പറയുന്നു, ദിവസം തോറും പുതുക്കപ്പെടുന്ന ഒരനുഭവം. ഇന്നലെ ഉണ്ടായ ആത്മീയ അനുഭവം ഇന്നത്തേക്ക് മതിയാകില്ല. ഇന്നത്തെ പുതുക്കൽ ഇന്നത്തേക്ക്, ഇന്നത്തെ കൃപ ഇന്നത്തേക്ക്, ഇന്നത്തെ ദൈവസന്നിധി ഇന്നത്തേക്ക്. അതുകൊണ്ട് ഓരോ ദിവസവും ദൈവസന്നിധിയിൽ സമയം ചെലവിടുക എന്നത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. ഇത് ഒരു പ്രത്യാശയുടെ സന്ദേശമാണ് നമുക്ക് പകർന്നത് എന്ന്. ജീവിതം പറയാം നിനക്ക് കഴിവില്ല, ലോകം പറയാം ഇനി മുൻപോട്ട് പോകുവാൻ സാധിക്കില്ല, പക്ഷെ ദൈവവചനം പറയുന്നു, നീ ക്ഷയിച്ചാലും ഞാൻ നിന്നെ പുതുക്കുന്നു. പുറമെ തോൽവി ഉണ്ട് എന്ന് തോന്നുന്നിടത്ത് അകത്ത് ദൈവം വിജയത്തിന്റെ അടിത്തറ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്രദ്ധ പുറമെയുള്ള മനുഷ്യനിലല്ല, അകത്തെ മനുഷ്യനിലായിത്തീരണം. ശരീരം തളർന്നാലും ആത്മാവ് തളരരുത്. സാഹചര്യം മോശമായാലും വിശ്വാസം മങ്ങരുത്. ജീവിതം ഭാരമായാലും ദൈവത്തിലുള്ളതായ പ്രത്യാശ കൈവിടരുത്. പുറമേ ക്ഷയിച്ചാലും ദൈവത്തിൽ ജീവിക്കുന്നവർ അകത്ത് ദിനം പ്രതി പുതുക്കപ്പെടുന്നു. നാം നമ്മുടെ ജീവിതത്തിൽ പുതുക്കപ്പെടേണ്ട ഒരു അനുഭവത്തിലേക്ക്, അത് ദിനവും പുതുക്കപ്പെടേണ്ട അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ ശ്രമിക്കാം. പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, പുറമെ ക്ഷയിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ അകത്ത് പുതുക്കുന്ന നിന്റെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി കരയറ്റുന്നു. ഞങ്ങളുടെ ശരീരം തളരുമ്പോഴും ഞങ്ങളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ. നിരാശയിലല്ല, പ്രത്യാശയിൽ ജീവിക്കുവാൻ ഓരോ ദിവസവും നിങ്ങൾ പുതുക്കപ്പെടാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.